കൽപ്പാത്തി രഥോത്സവ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മോർണിംഗ് ഷോ തുടരുന്നു. നിഖിൽ പ്രമേഷിനൊപ്പം ഗായകൻ പ്രണവം ശശിയുണ്ട്. അപ്പോൾ പ്രണവം ശശിക്കൊരു സുപ്രഭാതം പറഞ്ഞേക്കുക. ഓക്കെ നിഖിൽ. തീർച്ചയായും പ്രണവ് ശശി നമ്മുടെ കുടുംബാംഗമാണ്. നമ്മുടെ ഒരുപാട് പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. പാലക്കാടിന്റെ അഭിമാനമാണ് അദ്ദേഹം. കാരണം എത്ര പാട്ടുകളാണ്. ഇപ്പോൾ മഞ്ഞ ബൾബുകളൊക്കെ മുതൽ ഏറ്റവും ഒടുവിൽ പുഷ്പ ബൾട്ടിയിൽ പാടി. അങ്ങനെ എത്ര പാട്ടുകളാണ്. അങ്ങനെ രസകരമായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ പാടി നമ്മുടെ അഭിമാനമായിട്ടുള്ള പ്രണവ് ശശി. അപ്പൊ ഏത് മൂടാണ്? ഉഷാറല്ലേ? അപ്പൊ നമുക്ക് ശശിയുടെ പാട്ട് കേട്ട് തുടങ്ങിയാലോ? അപ്പോൾ SKN ഫുൾ വൈബാണ് ഇവിടെ. ഒന്നും പറയാൻ പറ്റില്ല. കാരണം കൽപ്പാത്തി എന്ന് പറയുന്നത് തന്നെ കലാകാരന്മാരുടെ ഒരു മേഖലയാണ്. ഇവിടെയൊക്കെ ഏത് വീട്ടിൽ തിരിഞ്ഞാലും കർണാട്ടിക്കൊക്കെ പാടുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ നേരെ ശശിയേട്ടൻ്റെ 2 വരിയിലേക്ക് പോകുന്നു. അതിനുശേഷം വിശേഷങ്ങൾ ചോദിക്കുക. ഒരു മിമിക്രി കലാകാരനുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് പോകാം. ആദ്യം ശശിയേട്ടൻ്റെ പാട്ട്. തീർച്ചയായിട്ടും പാലക്കാടിനെ കുറിച്ച് പറയുമ്പോൾ തേരിനെ കുറിച്ച് പറയുന്ന 2 വരി പാടുന്ന പാട്ടിനെ പോവാം. പാലക്കാടിന്റെ പെരുമ പറയുന്ന ഉത്സവമല്ലേ കൽപ്പാത്തി തേര്. പാലക്കാടിന്റെ പെരുമ പറയുന്ന ഉത്സവമല്ലേ കൽപ്പാത്തി തേര്. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മന്റെ പാലക്കാട്. 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 കാടുമലകളും അങ്ങനെ പാലക്കാടിന്റെ പെരുമ പറയുന്ന ഉത്സവമല്ലേ കൽപ്പാത്തി തേര്. പാലക്കാടിന്റെ പെരുമ പറയുന്ന ഉത്സവമാണ് കൽപ്പാത്തി തേര്. കാടുമലകളും കൂടി നാടാണ് നമ്മന്റെ പാലക്കാട്. കാടുമലകളും കൂടി നാടാണ് നമ്മന്റെ പാലക്കാട്. തേര് കാണാനായി എത്തുന്ന കൂട്ടവും ഒഴുകുന്നു കൽപ്പാത്തി പുഴയതുപോലെ. കാലങ്ങളായിട്ടൊരു മാറ്റവുമില്ലതിന് കൽപ്പാത്തി തേരെന്നും പുതിയതുപോലെ. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മന്റെ പാലക്കാട്. 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 എന്താ വേണ്ടല്ലേ? ഈ മേഖലയാകെ നമ്മുടെ ഈ ഒരു വൈബിലേക്ക് പൂർണ്ണമായി ശശിയേട്ടൻ എത്തിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇത് വേറെ ഇരുന്നല്ലോ വരി, നിങ്ങൾ അതൊക്കെ മാറ്റി ഒരു ചെറിയ പെർഫോമൻസിലേക്ക് കൂടി പോവാം. ശിവദാസ് ഏട്ടൻ നമ്മുടെ പാലക്കാട്ടെ എല്ലാ വേദികളിലും എത്തുന്ന ഒരു താരമാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പുതിയ ടൈപ്പ് മിമിക്രി, നമ്മുടെ ജോർജ് സാറിന്റെ തുടരും എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഒരു സാധനം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം, നേരെ അതിലേക്ക് പോവാം. അപ്പോൾ നമസ്കാരം, എല്ലാവർക്കും രഥോത്സവ ആശംസകൾ. ഇപ്പോൾ തുടരും സിനിമയിലെ ജോർജ് സാറിനെ അറിയാത്ത ഒരാളും ഇല്ല അല്ലേ? അദ്ദേഹം പറഞ്ഞ ആ ഡയലോഗ് എനിക്ക് അദ്ദേഹത്തെ അനുകരിക്കാൻ അറിയില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ. ലാലേട്ടൻ പറയും, എൻ്റെ വഴിക്ക് വിട്ടേക്ക്. എൻ്റെ വഴി നിൻ്റെ വഴി അങ്ങനെയൊന്നുമില്ല, നമ്മുടെ വഴി. ഈ ഡയലോഗ് പാലക്കാടിലെ ഒരാൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം, പാലക്കാടൻ സ്റ്റൈലില്. എന്താണ്ട എൻ്റെ വഴി നിൻ്റെ വഴി അങ്ങനൊന്നുമില്ല, നമ്മന്റെ വഴി. അയ്യ വഴിക്ക് മൂന്നാമത് ഒരാൾ കേറി വന്ന രാജാ പട്ടപേറി കഴിക്കും കുടുംബത്തോടെ. ഇതന്നെ നമ്മള് ഇവിടെ സുരേഷ് ഗോപി അദ്ദേഹം മന്ത്രി അദ്ദേഹം വന്ന് രഥോത്സവത്തെ കുറിച്ച് ആശംസകൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈവ് വോയിസ് ഒന്ന് ശ്രമിക്കുക. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, രഥോത്സവം എന്ന് പറയുമ്പോൾ കാശിയിൽ പാതി കൽപ്പാത്തി അല്ലേ? വിവേചന ബുദ്ധി നമുക്ക് നന്നായിട്ട് വേണം അല്ലേ? മലയാള സിനിമയിൽ ഒരുപാട് തെറി ഞാൻ വിളിച്ചു കാണും. പുള്ള എന്ന് വിളിച്ചപ്പോഴും അതാരെ വിളിച്ചു, എന്ത് കോൺടെസ്റ്റിൽ വിളിച്ചു? ഒരു നല്ല അച്ഛൻ്റെ മുഖത്ത് നോക്കി നമുക്ക് തെറി വിളിക്കാൻ പറ്റുമോ? മറിച്ച് കുടിയാനായ ഒരു അച്ഛൻ സ്വന്തം അമ്മയും പെങ്ങളെയും നടുപിടിച്ചോടിക്കുമ്പോൾ ഇതിനപ്പുറത്തുള്ള തെറി വിളിക്കണം, പറ്റിയാൽ കൂമ്പിനിട്ട് 2 ഇടിയും കൊടുക്കണം. രഥോത്സവത്തിൽ എല്ലാവരെയും ഞാൻ ഇങ്ങ് എടുക്കുക. അപ്പോ ശശിയേട്ടന്റെ ഒരു പാട്ടുകൂടെ നമുക്ക് കേൾക്കണം. ലാലേട്ടൻ എടുപ്പിക്കാം. നമുക്ക് ശശിയേട്ടന്റെ ഏറ്റവും ഹിറ്റായ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ആവേശത്തിലെ പാട്ടാണ്. നമ്മൾ എപ്പോഴും പ്രണവ് ശശി ഏത് വേദി കാണുമ്പോൾ അദ്ദേഹത്തിന് പാടിക്കുന്ന പാട്ടതാണ് 2 വരി. തീർച്ചയായിട്ടും ഒരു
മഹാധ്യായം തുടക്കമായിന്ന് ഇത് തിക്കട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷ പിറന്ന നാൾ വാഴ്ത്ത് സ്നേഹം വന്നാൽ മധുരത്തേന് വീഞ്ഞായി തൂവും നന്ദിച്ചാറ് കോപം കൊണ്ടാൽ അകമേ നൊന്താൽ വേറാരും വേണ്ടിനി വില്ലന്മാരെ ആർമാദം ആർക്കും അർമാദം ആർത്തു പൊന്തട്ടെ ആവേശ പ്രകമ്പർ ആർമാദം ആർക്കും അർമാദം ആർത്തു പൊന്തട്ടെ ആഘോഷ പ്രകമ്പർ ആർമാദം ആർക്കും അർമാദം ആർത്തു പൊന്തട്ടെ ആഘോഷ പ്രകമ്പരം. അപ്പൊ ഇനിയിപ്പോ എല്ലാവരുടെയും കാത്തിരിപ്പ് ഈ രഥങ്ങൾ ഉരുളുന്നതിന് വേണ്ടിയിട്ട് 10:30-നും 11-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രത്തിന്റെ രഥം ഉരുളും. അടപ്പം തന്നെ ചാത്തപുരം പ്രസന്ന മഹാഗണപതിയുടെ തേരും ഇന്ന് എഴുന്നള്ളും. ഇതെല്ലാം കൂടി വൈകിട്ട് ഏതാണ്ട് ഒരു 5 മണിയൊക്കെ പിന്നിടുമ്പോഴേക്ക് ഇവിടേക്ക് എത്തും. ശശിയേട്ടൻ ആ കാഴ്ച കണ്ടിട്ടുണ്ടോ? ഈ ദേവരഥ സംഗമം നേരിട്ട് വന്ന് കുട്ടിക്കാലം മുതലുള്ള ഒരു യാത്രയാണല്ലോ ഇവിടേക്കുള്ളത്. പിന്നെ അതിന് പാലക്കാടുകാരനായ പിന്നെ അത് കാണാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും കാലത്തിനിടയ്ക്ക് എത്ര പ്രാവശ്യം വന്നു എത്ര തവണ വന്നു മാത്രം കണക്കില്ല. അത്രയധികം തവണ ഇവിടെ എത്തിയിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇപ്പൊ പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെ പോകുന്നത്? ഏറ്റവും പുതിയ പാട്ട് ഏതാ? ഇനിയിപ്പോ വരാൻ ഉള്ളത് ഒരു തെലുങ്ക്, തമിഴ്, കന്നഡ അങ്ങനെ 4 ഭാഷകളിൽ പാടിയിട്ടുള്ള പീറ്റർ എന്നുള്ളൊരു സിനിമ, കന്നഡ പടം. അതിന്റെ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പൊരിക്കലും കൂടെ അടിപൊളി പാട്ട് നേരെ നമുക്ക് പാട്ട് മണിച്ചേട്ടന്റെ പാട്ടാണ്. എല്ലാവർക്കും മനസ്സിൽ ഇടം നേടിയ ഒരു മനുഷ്യനാണല്ലോ അദ്ദേഹം. ആദ്യം തന്തിന തിന തന്നാനടി തങ്കമ്മേ തന തന്തിന തിന തന്നാനടി തങ്കമ്മേ തന്തിന തിന തന്നാനടി തങ്കമ്മോ തന തന്തിന തിന തന്നാനടി തങ്കമ്മോ തന്തിന തിന തന്നാനടി തങ്കമ്മേ തന്തിന തിന തന്നാനടി തങ്കമ്മേ. ഓ ആ വരത്തന്റെ പോ ഒളിച്ച് ചടിക്ക തങ്കമ്മേ നിന്റെ പരക്കം ബാസിലിന് ഒതുക്കം കെട്ടടി തങ്കമ്മേ കരുത്തനൊരുത്തം കെട്ടിയോ നില്ലടി തങ്കമ്മോ ഇപ്പൊ കടിച്ചതില്ലടി പിടിച്ചതില്ലടി തങ്കമ്മോ അടി തന്തിനത്തിന തന്നാനായി തങ്കമ്മോ തങ്കമ്മോ ആരുടെ മനവും കേൾക്കണതാരടി തങ്കമ്മേ ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണടി തങ്കമ്മേ അണിന്റെ മനവും കേൾക്കണതാരടി തങ്കമ്മോ ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണടി തങ്കമ്മോ തങ്കമ്മേ അങ്ങനെ തങ്കമ്മോ 1000 കൊല്ലം കൂടെ നടന്നാലും തങ്കമ്മേ ഈ പെണ്ണിനറിയാൻ ആരെ കൊണ്ടാവടി തങ്കമ്മേ 1000 കൊല്ലം കൂടെ നടന്നാലും തങ്കമ്മോ ഈ പെണ്ണിനറിയാൻ ആരെ കൊണ്ടാവടി തങ്കമ്മോ തന്തിനത്തിന ഞാൻ വയസ്സന്നല്ലടി കളവനല്ലടി തങ്കമ്മേ ഇത് പഴനി കണ്ടവൻ കനിഞ്ഞതാണടി തങ്കമ്മേ വയസ്സന്നല്ലടി കളവനല്ലടി തങ്കമ്മോ ഇത് പഴനി കണ്ടവൻ കനിഞ്ഞതാണടി തങ്കമ്മോ തന്തിനത്തിൽ ഓഹോ ഓടാ എടി തങ്കമ്മോ ആ ഓടാ ആ തന്തിനത്തിൽ തന്നാന എടി തങ്കമ്മേ ഓടാ തന്നാന എടി തങ്കമ്മേ തന്തിനത്തിൽ തങ്കമ്മോ ഓടാ ആ തന്തിനത്തിൽ തന്നാന എടി തങ്കമ്മേ ആ തന്തിനത്തിൽ തന്നാന എടി ആ തന്തിനത്തിൽ തന്നാന ആവശ്യപ്പെടുന്ന ഒരാൾ ഉന്നയിച്ചിരുന്നു. ചേട്ടാ ഉന്നയിച്ചത് എന്തായിരുന്നു? ലാലേട്ടനെ കൊണ്ട് സംസാരം. അപ്പൊ ലാലേട്ടൻ എടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വിശ്വാസേട്ട ലാലേട്ടൻ എടുക്കാറുണ്ടോ? ഇല്ല, ഞാൻ ലാലേട്ടൻ അങ്ങനെ അനുകരിക്കാറില്ല. ബട്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഒരു സാധനം. നമ്മുടെ കരിമ്പുഴ രാമേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കരിമ്പുഴ രാമേട്ടൻ നമ്മളെല്ലാ കാലത്തും ഇവിടെ നമുക്കൊരു വലിയ സഹായമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ കൽപ്പാത്തി എക്സ്പോ അവിടെ നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് വലിയ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ്. രാമേട്ടൻ എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ? അദ്ദേഹം ബ്രാഹ്മണ സഭയുടെ സംസ്ഥാന നേതാവാണ്. നമുക്ക് നമസ്കാരം. നല്ല ചിന്തകൾ, നാനാദിശകൾ നമ്മളിലേക്ക് പ്രവേശിക്കട്ടെ. കൽപ്പാത്തി ആകെ ഉത്സവ ലഹരിയിലാണ്. ഇന്ന് 3-ാം ദിവസം മന്തക്കര മഹാഗണപതി പടിഞ്ഞാറേ അറ്റത്തുനിന്ന് പുതിയ കൽപ്പാത്തിയിൽ സഞ്ചരിച്ച് മന്തക്കരയിൽ തിരിച്ചെത്തുന്നു. ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രം പഴയ കൽപ്പാത്തിയിൽ ഇന്ന് രഥ പ്രയാണം തുടങ്ങുന്ന ദിവസമാണ്. 3 എല്ലാ അഗ്രഹാരവും ചുറ്റി ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ അഗ്രഹാരവും ചുറ്റും. ചാത്തപ്പുരം പ്രസന്ന ഗണപതിയും ഇന്ന് രഥത്തിലേറി എല്ലാ അഗ്രഹാര വീതിയിലെത്തും. കൂടാതെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി പഴയ കൽപ്പാത്തിയിൽ നിന്ന് തൻ്റെ തൽസ്ഥാനത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു ദിവസം കൂടിയാണ്. ഇത് ഒരു രഥസംഗമം എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ച് ഒരു മിനിറ്റ് പറയാതെ വയ്യ എന്നുള്ളതാണ്. രഥസംഗമം എന്നുള്ളത് കൊടി കയറി 5-ാമത്തെ ദിവസം രാത്രി
പുതിയ കൽപ്പാത്തിയിൽ വന്നു താങ്ക് യു. കൽപ്പാത്തി രഥോത്സവ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.